ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മാസ്റ്റർ ക്ലാസ് ബൈ കോമ്പറ്റീറ്റീവ് എക്സാം എക്സ്പ്രസ്. അപ്പോൾ 13 മുൻവർഷ ചോദ്യ പേപ്പറുകളിൽ നമ്മൾ ഇന്ന് നോക്കുന്നത് ഖാദി ബോർഡ് LDCയുടെ മെയിൻ ചോദ്യ പേപ്പറാണ്. ഖാദി ബോർഡ് LDCക്ക് ചോദിച്ച മെയിൻ ചോദ്യ പേപ്പറാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം സെക്രട്ടേറിയറ്റ് OAയുടെ ചോദിക്കാന്ന് പറഞ്ഞു, അതിന്റെ ഫൈനൽ ആൻസർക്ക് വന്നിട്ടില്ല. അപ്പൊ അത് ഫൈനൽ ആൻസർക്ക് വന്നിട്ടാകുമ്പോൾ നമുക്കത് ഡിസ്കസ് ചെയ്യാം. അപ്പൊ നമുക്കിന്ന് ഖാദി ബോർഡ് LDCയുടെ മെയിൻ പരീക്ഷയുടെ ചോദ്യ പേപ്പറാണ് നോക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ചോദ്യങ്ങളും അതിന്റെ അത്യാവശ്യം കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഈ ഒരു ഇതിൽ നോക്കൂ. ബാക്കി എന്താണ്, നമ്മുടെ കോഫി വിത്ത് പ്രശാന്തിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വിശദീകരിച്ച് ഓരോന്നും പഠിക്കുന്നതായിരിക്കും. അതുപോലെ മലയാളം, ഇംഗ്ലീഷും മാത്സും നമ്മൾ എക്സ്പ്ലനേഷൻ ഉൾപ്പെടെയുള്ള വീഡിയോസ് ആണ് നൽകുന്നത്. 70 ചോദ്യങ്ങളാണ് നമ്മൾ ഈ ഒരു ഭാഗത്ത് നോക്കാൻ വേണ്ടി പോകുന്നത്. 097/2024 ഈ ഒരു ചോദ്യ പേപ്പറിന്റെ കോഡ് എന്ന് പറയുന്നത്. ഒരു 1.5 മണിക്കൂറായിരുന്നു പരീക്ഷ. നോക്കാം. ഒന്നാമത്തെ ചോദ്യം ഇങ്ങനെയാണ്: താഴെ കൊടുത്തിരിക്കുന്ന സംഭവങ്ങളിലും അവയുടെ കാലഘടനയിലും തെറ്റായ ജോഡി ഏതെന്ന് കണ്ടെത്തുക. താഴെ തന്നിരിക്കുന്ന സംഭവങ്ങളിലും അവയുടെ കാലഗണനയിലും തെറ്റായ ജോഡി. പാലിയൻ സത്യാഗ്രഹം 1947-48, നിവർത്തന പ്രക്ഷോഭം 1935, പട്ടിണിജാഥ 1936, ഗുരുവായൂർ സത്യാഗ്രഹം 1931-32. ഇതിൽ തെറ്റായ ജോഡി എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്, 2 മാത്രമാണ്. നിവർത്തന പ്രക്ഷോഭം 1932 നമ്മൾ ഇതിനൊരു കോഡൊക്കെ പണ്ട് പഠിച്ചിട്ടുണ്ട്. ഉഗുനി 30, 31, 32 വട്ടം എന്ന് പറഞ്ഞൊരു പണ്ടൊരു കോഡുകൾ ഉണ്ടായിരുന്നു. ഉഗുനി 30, 31, 32 വട്ടം. അതായത് ഉപ്പു സത്യാഗ്രഹം 1930, ഗുരുവായൂർ സത്യാഗ്രഹം 1931, നിവർത്തന പ്രക്ഷോഭം 1932. വട്ടം എന്ന് പറയുമ്പോൾ വട്ടമേശ സമ്മേളനങ്ങൾ 30, 31, 32 എന്നിങ്ങനെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് ഓർത്താൽ തന്നെ നമുക്ക് ഈ ഒരു ചോദ്യം കിട്ടും. കാരണം നിവർത്തന പ്രക്ഷോഭം 1932 എന്ന് ഇവിടെ മനസ്സിലാക്കുക. ഓക്കെ, രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് വരുമ്പോൾ പോർച്ചുഗീസ് കാലഘട്ടത്തിൽ നടന്ന ഉദയംപേരൂർ സുന്നഹദോസിന്റെ 1599 അധ്യക്ഷനാരായിരുന്നു? ഉദയംപേരൂർ സുന്നഹദോസിന്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് ബിഷപ്പ് അലക്സിസ് ഡി മെനസിസ് ആണ്. ബിഷപ്പ് അലക്സിസ് ഡി മെനസിസ് ആണ് ഇതിന്റെ ഉത്തരമായിട്ട് വരുന്നത്. ഓക്കെ, ഉദയംപേരൂർ സുന്നഹദോസ് ഒക്കെ ഒന്ന് ജസ്റ്റ് നോക്കി വെച്ചേക്കുക. അടുത്ത മൂന്നാമത്തെ ചോദ്യം ഇങ്ങനെയാണ്: താഴെ തന്നിരിക്കുന്ന ഇന്ത്യയിലെ സാമൂഹിക പ്രസ്ഥാനങ്ങളുടെയും അവയുടെ സ്ഥാപകരുടെയും ശരിയായ ജോഡി ഏതാണ്? ഓക്കെ, ഇതാണ് നോക്കേണ്ടത്. സത്യശോധക് സമാജം ജ്യോതിറാവ് ഫുലെ, ആര്യ സമാജം ആത്മാറാം പാണ്ഡുരംഗ്, പ്രാർത്ഥനാ സമാജം സ്വാമി ദയാനന്ദ സരസ്വതി, ഹിതകാരിണി സമാജം വീരേശലിംഗം. ഇതിന്റെ ഉത്തരം എന്ന് പറയുന്നത് നമുക്ക് കൃത്യമായിട്ട് സത്യശോധക് സമാജം ആരാണ്? ജ്യോതിറാവു ഫൂലെയാണ്. ആര്യ സമാജം ആത്മാറാം പാണ്ഡുരംഗാണ്? അല്ല. പ്രാർത്ഥനാ സമാജം ദയാനന്ദ സരസ്വതി ആണോ? അല്ല. ഹിതകാരിണി സമാജം വീരേശ ലിംഗമാണ്. അപ്പൊ ഇതിൽ 1, 4, 3A ആണ് ഉത്തരമായിട്ട് വരുന്നത്. ഇത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയതാണ്. ആര്യ സമാജമാണ് ദയാനന്ദ സരസ്വതി, പ്രാർത്ഥനാ സമാജം ആത്മറാം പാണ്ഡുരംഗുമാണ്. ഓക്കെ, അതൊന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ SCRT, ഇതെല്ലാം SCRT ആണ്. SCRTയിലെ പോർഷൻസ് ആണ് എല്ലാം. 40ഓളം ചോദ്യങ്ങൾ SCRT തന്നെ കവർ ചെയ്യുന്നുണ്ട്. അടുത്തത്, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് പിൻ തീയതി വച്ച ചെക്ക് എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് പിൻ തീയതി വച്ച ചെക്ക് എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ക്രിപ്സ് മിഷനെയാണ്. എന്താണ് ക്രിപ്സ് മിഷൻ? ഓക്കെ, അടുത്ത 5ാമത്തെ ചോദ്യം, ഇതെല്ലാം നമ്മുടെ SCRTയിലുണ്ട്. 5ാമത്തത്, ജർമ്മൻ ഏകാധിപതിയായിരുന്ന അഡോൾഫ് ഹിറ്റ്ലറുടെ രഹസ്യ പോലീസ് അറിയപ്പെട്ടിരുന്നത്. ഹിറ്റ്ലറുടെ രഹസ്യ പോലീസ് എന്താണ് അറിയപ്പെടുന്നത്? ഗസ്റ്റപ്പോ എന്നാണ്. എന്താണ്? ഗസ്റ്റപ്പോ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. അടുത്തത് 6ാമത്തെ ചോദ്യം, അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിന്റെ നേതൃത്വത്തിൽ 2024 T20 ക്രിക്കറ്റ് ലോകകപ്പിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണ്? T20 ക്രിക്കറ്റ് ലോകകപ്പ് 2024 ആതിഥേയത്വം വഹിക്കുന്ന രാജ്യങ്ങൾ എന്ന് പറയുന്നത് അമേരിക്കയും വെസ്റ്റ് ഇൻഡീസുമാണ്. അതായത് 6C ആണ് ഉത്തരം വരുന്നത്, 3 മാത്രം എന്നതാണ് ഉത്തരം വരുന്നത്. അമേരിക്കയും വെസ്റ്റ് ഇൻഡീസുമാണ്. ഓക്കെ, അപ്പൊ അതിന്റെ വിശദാംശങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യും. ഇത് ചോദ്യമാണ്. ഈ ചോദ്യ പേപ്പർ കഴിഞ്ഞ് നിങ്ങൾക്ക് ഈ ഒരു ചോദ്യ പേപ്പർ വർക്ക്ഔട്ട് ചെയ്യാൻ വേണ്ടി തരും. നിങ്ങൾ ചെയ്ത് നോക്കുകയും ചെയ്യുക. 7ാമത്തെ ചോദ്യം, ദുർഘടമായ പ്രദേശങ്ങളുടെ ഉയരം ഭൂസർവേയിലൂടെ കണ്ടെത്താൻ കഴിയാതെ വരുമ്പോൾ ആ പ്രദേശത്തിന്റെ ഉയരം തുടർച്ചയില്ലാത്ത രേഖകളാൽ ഭൂപടങ്ങളിൽ സൂചിപ്പിക്കുന്ന രീതി ഏതാണ്? അത് ഫോം ലൈൻ ആണ്. ഫോം ലൈൻ. അതായത് എന്താണ് ഫോം ലൈൻ എന്ന് ചോദിച്ചാൽ, ദുർഘടമായ പ്രദേശങ്ങളുടെ ഉയരം ഭൂസർവേയിലൂടെ കണ്ടെത്താൻ കഴിയാതെ വരുമ്പോൾ ആ പ്രദേശത്തിന്റെ ഉയരം
തുടർച്ചയില്ലാത്ത രേഖകളിൽ ഭൂപടങ്ങളിൽ സൂചിപ്പിക്കുന്നില്ല. തുടർച്ചയില്ലാത്ത രേഖകളാൽ ഭൂപടങ്ങളിൽ സൂചിപ്പിക്കുന്ന രീതിയാണ് ഫോം ലൈൻ എന്ന് പറയുന്നത്. എന്താണ് ഫോം ലൈൻ? SCRT കൃത്യമായിട്ട് അത് കൊടുത്തിട്ടുണ്ട്. അടുത്ത 8ാമത്തെ ചോദ്യം, ലിപ്പുലേഖ് ചുരം ബന്ധിപ്പിക്കുന്ന പ്രദേശങ്ങൾ. ലിപ്പുലേഖ് ചുരം ബന്ധിപ്പിക്കുന്ന പ്രദേശങ്ങൾ ചോദിച്ചാൽ ഉത്തരാഖണ്ഡും ടിബറ്റുമാണ്. ഉത്തരാഖണ്ഡും ടിബറ്റുമാണ് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, ഉത്തരാഖണ്ഡ്, ടിബറ്റ്. 9ാമത്തെ ചോദ്യം ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. 9ാമത്തെ ചോദ്യം ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും ചൂട് രേഖപ്പെടുത്തിയ സ്ഥലമാണ്. അത് ഇവിടെ കൊടുത്തിട്ടില്ല. അതുകൊണ്ടാണ് ഒരു ചോദ്യം ഡിലീറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഇവിടെ ഉള്ളത് ഉത്തരമായിട്ട് വരുന്നില്ല. ഓക്കെ, അത് ഇതിന്റെ വിശദാംശങ്ങളൊക്കെ നമ്മൾ മറ്റേതിൽ ഡിസ്കസ് ചെയ്യും. അതുകൊണ്ടാണ് ഇവിടെ പറയാതെ. പലരും ചോദിക്കാറുണ്ട് തെറ്റ് ശരിയാകും. ഇതെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇവിടെയുള്ള ഈ നമ്മുടെ ഗുഡ് മോർണിംഗ് വിത്ത് അല്ലെങ്കിൽ കോഫി വിത്ത് പ്രശാന്ത് എന്ന് പറയുന്ന ഒരു സെക്ഷനിൽ നമ്മൾ ഈ 13 ചോദ്യ പേപ്പറും അവയുടെ വിശദാംശങ്ങളും തന്നെയാണ് ആദ്യം ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അത് ആകുമ്പോഴേക്ക് തന്നെ നിങ്ങൾക്ക് എല്ലാ പരീക്ഷയിലും വളരെ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി സാധിക്കും. 10ാമത്തെ ചോദ്യം എങ്ങനെയാണ്? നിംബസ് മേഘങ്ങളുടെ പ്രത്യേകതകൾ ഉൾപ്പെടുന്ന ജോഡി കണ്ടെത്തുക. നിംബസ് മേഘങ്ങളുടെ പ്രത്യേകതകൾ ഉൾപ്പെടുന്ന ജോഡി. 1 താഴ്ന്ന വിധാനത്തിൽ കാണപ്പെടുന്ന ഇരുണ്ട മേഘങ്ങൾ. 2 ഉയർന്ന സംവഹന പ്രവാഹ ഫലമായി രൂപം കൊള്ളുന്നു. 3 തെളിഞ്ഞ ദിനാന്തരീക്ഷത്തിൽ വളരെ ഉയരത്തിൽ പഞ്ഞിക്കെട്ടുകൾ പോലെ കാണപ്പെടുന്നു. 4 സൂര്യപ്രകാശത്തെ കടത്തിവിടാതെ ഇരുണ്ട നിറത്തിൽ കാണപ്പെടുന്നു എന്നിങ്ങനെ. ഇതിന്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണ്. 1ഉം 4ഉം 1ഉം 4ഉം 1ഉം 4ഉമാണ് ഇതിന്റെ ഉത്തരമായിട്ട് വരുന്നത്. താഴ്ന്ന വിധാനത്തിൽ കാണപ്പെടുന്ന ഇരുണ്ട മേഘങ്ങളും സൂര്യപ്രകാശത്തെ കടത്തിവിടാതെ ഇരുണ്ട നിറത്തിൽ കാണപ്പെടുന്നു എന്നതാണ്. ഓക്കെ, അടുത്തത് 11ാമത്തെ ചോദ്യമാണ്. കാഞ്ചൻജംഗയെ കുറിച്ചുള്ള വിശേഷണങ്ങളിൽ ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. കാഞ്ചൻജംഗയെ കുറിച്ചുള്ള വിശേഷണങ്ങളിൽ ശരിയായ പ്രസ്താവനകൾ. 1 ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ 3ാമത്തെ കൊടുമുടി. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ 3ാമത്തെ കൊടുമുടി. 2 കൊടുമുടികളുടെ ശൃംഗത്തിൽ ചവിട്ടരുത് എന്ന വ്യവസ്ഥയോടെ പർവ്വതാരോഹകരെ കയറ്റിവിടുന്ന കൊടുമുടി. നേപ്പാളിൽ സാഗർമാത എന്നറിയപ്പെടുന്നു. ലോകത്തിലെ ഏറ്റവും അപകടകാരിയായ പർവ്വത നിര. ഇതിന്റെ ഉത്തരം 1ഉം 2ഉം മാത്രമാണ് ശരി. 1ഉം 2ഉം മാത്രമാണ് ശരി എന്ന് മനസ്സിലാക്കുക. അതായത് 3ാമത്തെ 1 എവറസ്റ്റ്, പിന്നെ മൗണ്ട് K2, അത് കഴിഞ്ഞാൽ കാഞ്ചൻജംഗയാണ്. അപ്പൊ കൊടുമുടികളുടെ ശൃംഗത്തിൽ ചവിട്ടരുത് ഈ ഒരു വ്യവസ്ഥയോടാണ് ആളുകളെ പർവ്വതാരോഹകരെ കയറ്റിവിടുന്നത്. നേപ്പാളിൽ സാഗർമാത എന്നറിയപ്പെടുന്ന എവറസ്റ്റ് ആണ്. ലോകത്തിലെ ഏറ്റവും അപകടകാരിയായ പർവ്വതനിര അത് അന്നപൂർണയാണ്. അന്നപൂർണ. ഓക്കെ, അപ്പൊ ഇത് മനസ്സിലാക്കുക. 1ഉം 2ഉം മാത്രമാണ് ശരി. അടുത്തത് താഴെ കൊടുത്തിരിക്കുന്നതിൽ ശരിയായവ കണ്ടെത്തുക. എ ദുൽഹസ്തി ഡാം ഹിമാചൽ പ്രദേശ് ചിനാബ്, അൽമാട്ടി ഡാം കർണാടക കൃഷ്ണ, സർദാർ സരോവർ രാജസ്ഥാൻ താപ്തി, ശ്രീശൈലം ആന്ധ്രാപ്രദേശ് ഗോദാവരി. ഇവിടുത്തെ ഉത്തരം എന്താണ്? ശരിയായവ ബി ആണ്. 12 ബി ആണ് ഉത്തരം. അൽമാട്ടി ഡാം കർണാടക കൃഷ്ണ. ബാക്കിയൊന്നും ശരിയായതല്ല എന്ന് മനസ്സിലാക്കുക. ഓക്കെ, അടുത്ത 13ാമത്തെ ചോദ്യം. ഇന്ത്യൻ കാർഷികോൽപ്പന്ന കയറ്റുമതിയിൽ ആദ്യ 3 സ്ഥാനത്ത് നിൽക്കുന്ന കാർഷിക വിളകൾ താഴെ നൽകുന്നു. ശരിയായ ക്രമത്തിലുള്ളത് കണ്ടെത്തി എഴുതുക. അതായത് ഇന്ത്യൻ ഉൽപ്പന്ന കയറ്റുമതിയിൽ ആദ്യ 3 സ്ഥാനത്ത് നിൽക്കുന്ന കാർഷിക വിളകളാണ്. ശരിയായ ക്രമത്തിലുള്ളത് കണ്ടെത്തുക. ബസുമതി ഒഴികെയുള്ള അരി, സമുദ്രോൽപ്പന്നങ്ങൾ, പഞ്ചസാര. ബി സമുദ്രോൽപ്പന്നങ്ങൾ, ബസുമതി ഒഴികെയുള്ള അരി, പഞ്ചസാര. പഞ്ചസാര, സമുദ്രോൽപ്പന്നങ്ങൾ, ബസുമതി ഒഴികെയുള്ള അരി. ഡി ബസുമതി ഒഴികെയുള്ള അരി, പഞ്ചസാര, സമുദ്രോൽപ്പന്നങ്ങൾ. ഇതിൽ ഓപ്ഷൻ ബി ആണ് ശരിയായ ക്രമത്തിലുള്ളത്. സമുദ്രോൽപ്പന്നങ്ങൾ, ബസുമതി ഒഴികെയുള്ള അരി, പഞ്ചസാര. അതായത് ഇന്ത്യൻ കാർഷികോൽപ്പന്ന കയറ്റുമതിയിൽ ആദ്യ 3 സ്ഥാനത്ത് നിൽക്കുന്ന കാർഷിക വിളകളാണ്. ഉൽപ്പന്നങ്ങൾ മുന്നിൽ നിൽക്കുന്നു, പിന്നെ ബസുമതി ഒഴികെയുള്ള അരി, അത് കഴിഞ്ഞ് പഞ്ചസാര. ഓക്കെ, 13. 14ാമത്തെ ചോദ്യവും ഇവിടെ ഡിലീറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. 14ാമത്തെ ചോദ്യവും ഡിലീറ്റ് ചെയ്യപ്പെട്ടതാണ്. ഇതിന്റെ വിശദാംശങ്ങളൊക്കെ നമുക്ക് അവിടെ പഠിക്കാം. കാരണം ഇത് 75% അല്ല എന്നതാണ് ഇതിന്റെ കാരണം. ബാക്കി 1ഉം 2ഉം ഒക്കെ ശരിയാണ്. 3 ശരിയല്ല. 1ഉം 2ഉം 1ഉം 2ഉം മാത്രമല്ല 3ഉം ശരിയല്ല. അതിന്റെ ഓപ്ഷനായിട്ട് ആദ്യം വന്നത് ഇത് ശരിയാണെന്ന രീതിയിലായിരുന്നു. ഓക്കെ, അപ്പൊ അത് ശരിയല്ല എന്ന് മനസ്സിലാക്കുക. ഓക്കെ, അതിന്റെ വിശദാംശങ്ങൾ നമുക്ക് പിന്നെ കോഫി വിത്ത് പ്രശാന്തിൽ സംസാരിക്കാം. അടുത്ത 15ാമത്തെ ചോദ്യം എങ്ങനെയാണ്? നീതി ആയോഗിന്റെ 4ാം വട്ട വാർഷിക ആരോഗ്യ സൂചികയിലെ റഫറൻസ് വർഷ 2019-20 റാങ്ക് അനുസരിച്ച് വലിയ സംസ്ഥാനങ്ങൾക്കിടയിലെ ആകെ പ്രകടനത്തിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന 4 സംസ്ഥാനങ്ങൾ നൽകിയിരിക്കുന്നു. ആരോഹണ ക്രമത്തിൽ ശരിയായത് തിരഞ്ഞെടുക്കുക. അതായത് നീതി ആയോഗിന്റെ 4ാം വട്ട വാർഷിക ആരോഗ്യ സൂചികയിലെ റഫറൻസ് വർഷ റാങ്ക് അനുസരിച്ച്
വലിയ സംസ്ഥാനങ്ങൾക്കിടയിലെ ആകെ പ്രകടനത്തിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന 4 സംസ്ഥാനങ്ങൾ നൽകിയിട്ടുണ്ട്. ആരോഹണ ക്രമത്തിൽ എന്താണ് ശരിയായത് തിരഞ്ഞെടുക്കുക എന്നാണ്. 4 ഓപ്ഷൻ ആണുള്ളത്. ഇതിൽ എ ആണ് ഉത്തരം. കേരളവും തമിഴ്നാടും തെലങ്കാന ആന്ധ്രാപ്രദേശ് എന്നിങ്ങനെയാണ്. കേരളം, തമിഴ്നാട്, തെലങ്കാന, ആന്ധ്രാപ്രദേശ് ഇതാണ് എന്താണ് ശരിയായ അത് ആരോഹണ ക്രമത്തിൽ ശരിയായത്. അടുത്ത 16ാമത്തെ ചോദ്യമാണ്. 16ാമത്തെ രണ്ടാം പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ട് താഴെ നൽകിയിരിക്കുന്നവയിൽ ശരിയല്ലാത്ത വസ്തുത ഏതാണ്? ഏതാണ് ശരിയല്ലാത്ത വസ്തുത? 16 ഓപ്ഷൻ ബി. വളർച്ചാ ലക്ഷ്യം 5.6% എന്നതാണ് ശരിയല്ലാത്തത്. ഇപ്പൊ രണ്ടാമത്തെ പഞ്ചവത്സര പദ്ധതി അടിസ്ഥാന വ്യവസായങ്ങൾക്ക് പ്രാധാന്യം നൽകി, പൊതുമേഖലയ്ക്ക് കൂടുതൽ പ്രാധാന്യം നൽകി, മഹൽ നോബിസ് മോഡലിനെ അടിസ്ഥാനമാക്കി പ്ലാൻ നടപ്പിലാക്കി. ഇത് മൂന്നും ഈ രണ്ടാം പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ടതാണ്. എന്നാൽ വളർച്ചാ ലക്ഷ്യം 5.6% ആയിരുന്നില്ല എന്നുകൂടെ അവിടെ പഠിക്കുക. അടുത്ത 17ാമത്തെ ചോദ്യം ഇങ്ങനെയാണ്. റിസർവ് ബാങ്കിന്റെ പണനയവുമായി ബന്ധപ്പെട്ട് താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളെ കുറിച്ച് ശരിയായ ഓപ്ഷൻ കണ്ടെത്തി എഴുതുക. പ്രസ്താവന 1 വാണിജ്യ ബാങ്കുകൾക്ക് വായ്പ നൽകുമ്പോൾ റിസർവ് ബാങ്ക് ഈടാക്കുന്ന നിരക്കാണ് റിപ്പോ റേറ്റ്. പ്രസ്താവന 2 വാണിജ്യ ബാങ്കുകളിൽ നിന്നും വായ്പ എടുക്കുമ്പോൾ റിസർവ് ബാങ്ക് അവർക്ക് നൽകുന്ന നിരക്കാണ് റിവേഴ്സ് റിപ്പോ നിരക്ക്. റിവേഴ്സ് റിപ്പോ നിരക്ക് എല്ലായ്പ്പോഴും റിപ്പോ നിരക്കിനേക്കാൾ കൂടുതലായിരിക്കും. ഇതിൽ ശരിയായ ഓപ്ഷൻ കണ്ടെത്താനാണ് പറയുന്നത്. ഇതിൽ എ ആണ് ഓപ്ഷൻ. പ്രസ്താവനകൾ 1ഉം 2ഉം ശരി, എന്നാൽ 3 ശരിയല്ല. ഇത് ശരിയല്ല, 1ഉം 2ഉം ശരിയാണ് എന്നതാണ്. അപ്പൊ റിപ്പോ റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? വാണിജ്യ ബാങ്കുകൾക്ക് വായ്പ നൽകുമ്പോൾ റിസർവ് ബാങ്ക് ഈടാക്കുന്ന നിരക്കാണ്. വാണിജ്യ ബാങ്കുകൾക്ക് വായ്പ നൽകുമ്പോൾ റിസർവ് ബാങ്ക് ഈടാക്കുന്ന നിരക്ക് റിപ്പോ റേറ്റ്. റിവേഴ്സ് റിപ്പോ റേറ്റ് എന്ന് പറയുമ്പോൾ വാണിജ്യ ബാങ്കുകളിൽ നിന്നും വായ്പ എടുക്കുമ്പോൾ റിസർവ് ബാങ്ക് അവർക്ക് നൽകുന്ന നിരക്കാണ്. അതൊന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. അടുത്തത് ഹരിത വിപ്ലവത്തിന്റെ ഫലങ്ങളിൽ ഉൾപ്പെടാത്തത് കണ്ടെത്തി എഴുതുക. ഫലങ്ങളിൽ ഉൾപ്പെടാത്തത് 1 ഭക്ഷ്യധാന്യ ഉൽപാദനത്തിൽ സ്വയം പര്യാപ്തത കൈവരിച്ചു, ഭക്ഷ്യധാന്യങ്ങളുടെ വില കുറഞ്ഞു, കാർഷികോൽപാദന ക്ഷമത വർദ്ധിച്ചു, തൊഴിൽ ലഭ്യത കുറഞ്ഞു. ഇതിൽ 18 ഡി ആണ് ഉത്തരമായിട്ട് വരുന്നത്. അതായത് ഉൾപ്പെടാത്തത് തൊഴിൽ ലഭ്യത കുറഞ്ഞു എന്നാണ്. ഇത് 3 എന്താണ് ഹരിത വിപ്ലവത്തിന്റെ ഫലങ്ങളിൽ ഉൾപ്പെടുന്നതാണ്. ഭക്ഷ്യധാന്യ ഉൽപാദനത്തിൽ സ്വയം പര്യാപ്തത കൈവരിച്ചു, ഭക്ഷ്യധാന്യങ്ങളുടെ വില കുറഞ്ഞു, കാർഷികോൽപാദന ക്ഷമത വർദ്ധിച്ചു. അടുത്ത 19ാമത്തെ ചോദ്യം. താഴെ നൽകിയിരിക്കുന്ന പട്ടികയിൽ 2021-22 മൊത്തം കൂട്ടിച്ചേർത്ത മൂല്യത്തിലേക്കുള്ള വിവിധ മേഖലകളുടെ സംഭാവന നൽകിയിരിക്കുന്നു. ഓരോന്നിന്റെയും യഥാർത്ഥ മൂല്യം കണ്ടെത്തി കോളം എ കോളം ബിയുമായി യോജിപ്പിക്കുക. ഇതാണ് 19 പ്രാഥമിക മേഖല, ദ്വിതീയ മേഖല, തൃതീയ മേഖല, എ ബി സി 52.50, 26.50, 21.00. ഇതിൽ എന്താണ് ഓരോന്നിന്റെയും യഥാർത്ഥ മൂല്യം കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ഇതിൽ സി ആണ്. പ്രാഥമിക മേഖല 21%, ദ്വിതീയ മേഖല എന്ന് പറയുന്നത് 26%, തൃതീയ മേഖല 52.50%. എപ്പോഴും എന്താണ് തൃതീയ മേഖല കൂടുതലായിരിക്കും എന്ന് മനസ്സിലാക്കുക. അപ്പൊ തന്നെ നമുക്ക് ഇതിന്റെ ഉത്തരത്തിലേക്ക് എത്താൻ വേണ്ടി സാധിക്കും. ഓക്കെ, അടുത്ത 20ാമത്തെ ചോദ്യം നോക്കാം. 20ാമത്തെ ചോദ്യം എന്ന് പറയുന്നത് എന്താണ്? ഡിലീറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. 20ാമത്തെ ചോദ്യം ഡിലീറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. 21ഉം എന്താണ്? ഡിലീറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. 21ഉം ഡിലീറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. 20, 21 ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. വിശദാംശങ്ങൾ നമുക്ക് ആ സമയത്ത് അവിടെ നോക്കാം. 22ാമത്തെ ചോദ്യം എങ്ങനെയാണ്? ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക കടമകളെ കുറിച്ച് തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏവ? 1 6 മുതൽ 18 വയസ്സ് പ്രായമുള്ള കുട്ടികളെ സ്കൂളിൽ അയക്കേണ്ടത് എല്ലാ രക്ഷകർത്താക്കളുടെയും കടമയാണ്. പൊതുസ്വത്ത് സംരക്ഷിക്കുക, അക്രമം ഒഴിവാക്കുക, ശാസ്ത്രബോധവും മനുഷ്യത്വവും വളർത്തിയെടുക്കുക, ആവശ്യപ്പെടുമ്പോൾ രാജ്യത്തെ സംരക്ഷിക്കുകയും ദേശീയ സേവനങ്ങൾ നൽകുകയും ചെയ്യുക. ഇതിൽ ഓപ്ഷൻ 1 സി ആണ് തെറ്റായത്. കാരണം 6 മുതൽ 14 വയസ്സ് വരെയാണ്. 6 മുതൽ 14 വയസ്സ് വരെയാണ് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, അവിടെയാണ്. ബാക്കിയെല്ലാം പൊതുസ്വത്ത് സംരക്ഷിക്കുക, അക്രമം ഒഴിവാക്കുക, ശാസ്ത്രബോധവും മനുഷ്യത്വവും വളർത്തിയെടുക്കുക, ആവശ്യമ്പോൾ രാജ്യത്തെ സംരക്ഷിക്കുകയും ദേശീയ സേവനങ്ങൾ നൽകുകയും ചെയ്യുക എന്നുള്ളത് ഇതിൽ പറയുന്നതാണ്. 23ാമത്തത് കേന്ദ്ര മന്ത്രിസഭയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏവ? ഒരു വകുപ്പിന്റെയും സ്വതന്ത്ര ചുമതല ലഭിക്കാത്ത മന്ത്രിമാരാണ് ഉപമന്ത്രിമാർ. ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പുകളുടെ സ്വതന്ത്ര ചുമതലയുള്ള മന്ത്രിമാരാണ് സഹമന്ത്രിമാർ. നിർമ്മല സീതാരാമൻ, അമിത്ഷാ തുടങ്ങിയവർ ക്യാബിനറ്റ് മന്ത്രിമാരാണ്. ഇന്ത്യയിലെ മന്ത്രിമാരിൽ ഏറ്റവും ഉയർന്ന റാങ്കിലുള്ളവരാണ് സഹമന്ത്രിമാർ. ശരിയായ പ്രസ്താവനകളാണ് തിരഞ്ഞെടുക്കേണ്ടത്. 1ഉം 3ഉമാണ് ശരിയായ പ്രസ്താവന. ഓരോ വകുപ്പിനെയും സ്വതന്ത്ര ചുമതല ലഭിക്കാത്ത മന്ത്രിമാരാണ് ഉപമന്ത്രിമാര്. അതുപോലെ നിർമ്മല സീതാരാമൻ, അമിത്ഷായുമാണ് ക്യാബിനറ്റ് മന്ത്രിമാർ. ഓക്കെ, അടുത്ത ഒരു ചോദ്യത്തിലേക്ക് കടക്കാം.
അടുത്ത ഇന്ത്യയിലെ ഉപരാഷ്ട്രപതിമാരെ കാലക്രമത്തിൽ എഴുതാനാണ്. ഇന്ത്യയിലെ ഉപരാഷ്ട്രപതിമാരെ കാലക്രമത്തിൽ എഴുതുക. വി ഗിരി, ആർ വെങ്കിട്ടരാമൻ, ജഗദീപ് ധൻഖർ, മുഹമ്മദ് ഹമീദ് അൻസാരി. ഓക്കെ, ഇതിന്റെ ഓപ്ഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം 24 ബി ആണ്. ബി. ഇതിൽ നിങ്ങൾ കാലക്രമത്തിൽ എഴുതാനാണ് പറയുന്നത്. 1, 2, 4, 3 ആണ്. ഇത് തന്നെ നമുക്ക് അറിയാൻ പറ്റും. അതായത് ഇത് 4, ജഗദീപ് ധൻഖർ ആണ് ഇപ്പോഴത്തെ എന്ന് പറയുമ്പോൾ അത് 4 ആണെന്നും അതിന് മുന്നേ ഹമീദ് അൻസാരി ആണ് എന്ന് നമുക്ക് അറിയാമെങ്കിൽ 3ഉം 4ഉം കിട്ടും. 3ഉം 4ഉം, അതായത് ഏറ്റവും അവസാനം 4, 3, നേരത്തെ 3 അല്ല 4, 3, 4, 3, ഏറ്റവും അവസാനം 4, 3 എന്ന് വരുന്നത് കണ്ടെത്തിയാൽ തന്നെ നമുക്ക് ഉത്തരത്തിലേക്ക് എത്താൻ വേണ്ടി സാധിക്കില്ല. 2 എണ്ണം ഉണ്ട് ഇവിടെ. അത് കഴിഞ്ഞ് വെങ്കിട്ടരാമനും വി ഗിരിയും. അപ്പൊ ഏറ്റവും ആദ്യം വി ഗിരിയാണെന്ന് നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കും. അപ്പൊ അത് ഉത്തരം ഓപ്ഷൻ ബി ആയിട്ട് കണ്ടെത്താൻ വേണ്ടി സാധിക്കാം. ഓക്കെ, ഈ 2 ഉത്തരവും നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. ഇതിലാണ് നമുക്ക് കൺഫ്യൂഷൻ വരുന്നത്. അതിൽ ആദ്യത്തത് വെങ്കിട്ടരാമനാണോ വി ഗിരിയാണോ എന്നൊന്ന് പഠിച്ചു നോക്കണം. അടുത്ത 25ാമത്തെ ചോദ്യം എങ്ങനെയാണ്? ചേരുംപടി ചേർക്കുക. ഹേബിയസ് കോർപ്പസ്, മാൻഡമസ്, പ്രൊഹിബിഷൻ, കോവാറന്റോ. എന്ത് അധികാരത്തിൽ ശരീരഹാജരാക്ക നിരോധനം ഞങ്ങൾ ആജ്ഞാപിക്കുന്നു. ഹേബിയസ് കോർപ്പസ് എന്ന് വെച്ചാൽ 1, 2 ആണ്. 1, 2 വരുന്ന 2 എണ്ണം ഉണ്ട്. അപ്പൊ ഇത് തന്നെ നമുക്ക് എന്താണ് ഡിലീറ്റ് ചെയ്ത് കളയാൻ വേണ്ടി സാധിക്കും. പിന്നെ വരുന്നത് മാൻഡമസ് ആണ്. മാൻഡമസ് എന്താണ്? ഞങ്ങൾ ആജ്ഞാപിക്കുന്നു എന്നാണ് അർത്ഥം. മാൻഡമസ് ഞങ്ങൾ ആജ്ഞാപിക്കുന്നു. അല്ലെ കോവാറന്റോ 4ാമത്തെ എന്ത് അധികാരത്തിൽ? പ്രൊഹിബിഷൻ എന്ന് വെച്ചാൽ നിരോധനം. പ്രൊഹിബിഷൻ നിരോധനം. ഓക്കെ, അപ്പൊ ഓപ്ഷൻ എ ആണ് ഇവിടെ ഉത്തരമായിട്ട് വരുന്നത്. അടുത്തത് ശരിയായ പ്രസ്താവനകൾ ഏവ? ഐക്യരാഷ്ട്ര സംഘടനയിൽ ഇപ്പോൾ 193 അംഗരാജ്യങ്ങളും 2 നിരീക്ഷക രാജ്യങ്ങളുമുണ്ട്. ഐക്യരാഷ്ട്ര സംഘടനയുടെ ആസ്ഥാനം ന്യൂയോർക്കാണ്. ഐക്യരാഷ്ട്ര സംഘടനയുടെ സെക്രട്ടറി ജനറൽ ആയിരുന്ന കോഫി അനൻ ഗാനാക്കാരനായിരുന്നു. യുനെസ്കോയുടെ ആസ്ഥാനം പാരീസ് ആണ്. അപ്പൊ ഇതിലെ ശരിയായ പ്രസ്താവനകൾ ഓപ്ഷൻ ഡി ആണ് ഉത്തരം. എല്ലാം എന്താണ്? ശരിയാണ്. എല്ലാം ശരിയാണ്. ഓക്കെ, അതങ്ങ് പഠിച്ചു നോക്കുക. അടുത്തത് നീതി ആയോഗിന്റെ പൂർണ്ണ രൂപം. നീതി ആയോഗിന്റെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ. ഓപ്ഷൻ ഡി ആണ് ഉത്തരമായിട്ട് വരുന്നത്. ഓക്കെ, അതിന്റെ ഉത്തരം അതാണ്. അടുത്ത 28ാമത്തെ ഒരു ചോദ്യമാണ്. താഴെ തന്നിരിക്കുന്നവയെ അഖിലേന്ത്യാ സർവീസ്, കേന്ദ്ര സർവീസ്, സംസ്ഥാന സർവീസ് എന്നിങ്ങനെ തരംതിരിക്കുക. ഇന്ത്യൻ തപാൽ സർവീസ്, ഫോറസ്റ്റ് സർവീസ്, വിൽപ്പന നികുതി, റെയിൽവേ, ഇന്ത്യൻ പോലീസ് സർവീസ് എന്നിങ്ങനെ തന്നിട്ടുണ്ട്. 28ാമത്തെ ചോദ്യമാണ്. ഇത് ഏതാണെന്നാണ് നമ്മൾ നോക്കേണ്ടത്. ഇതിന്റെ ഉത്തരമായിട്ട് വരുന്നത് എ ആണ്. അതായത് സംസ്ഥാന സർവീസിലെ വിൽപ്പന നികുതിയും അഖിലേന്ത്യാ സർവീസ് ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസും ഇന്ത്യൻ പോലീസ് സർവീസുമാണ്. കേന്ദ്ര സർവീസ് ഇന്ത്യൻ തപാൽ സർവീസും റെയിൽവേയും. ഓക്കെ, ഇതാണ് ശരിയായ ഉത്തരമായിട്ട് വരുന്നത്. അത് പഠിച്ചു വെക്കുക. അടുത്ത 29 73ാം ഭരണഘടനാ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏതാണ്? 73ാം ഭരണഘടനാ ഭേദഗതി, അതായത് 11ാം പട്ടിക ഇതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. സ്ത്രീകൾക്ക് സീറ്റുകൾ സംവരണം ചെയ്തു. 73ാം ഭേദഗതി നിലവിൽ വന്നത് 1990-ലാണ്. നരസിംഹറാവു പ്രധാനമന്ത്രിയുടെ കാലത്താണ് ഈ ഒരു ഭേദഗതി നിലവിൽ വന്നത്. ഇതിന്റെ ഉത്തരം ഓപ്ഷൻ സി 3 ആണ് തെറ്റായ പ്രസ്താവന. അതായത് 73ാം ഭേദഗതി നിലവിൽ വന്നത് 1990 ആണെന്നതാണ് തെറ്റായ പ്രസ്താവനയായിട്ട് വരുന്നത്. അടുത്ത 30ാമത്തെ ചോദ്യം. താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏതാണ്? 1. 1987 മുതൽ 1991 വരെയുള്ള കെ നായനാരുടെ മന്ത്രിസഭയിലെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു കെ ചന്ദ്രശേഖരൻ. 2. കേരള മന്ത്രിസഭയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു ജോസഫ് മുണ്ടശ്ശേരി. 3. 2011 മുതൽ 16 വരെയുള്ള ഉമ്മൻചാണ്ടി മന്ത്രിസഭയിലെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു പി കെ അബ്ദുറബ്. 4. പട്ടം എ താണുപിള്ളയുടെ മന്ത്രിസഭയിലുണ്ടായിരുന്ന ആർ ശങ്കർ കേരളത്തിലെ 2ാമത്തെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു. അപ്പൊ ഇതിൽ ഏതാണ് ശരിയായ പ്രസ്താവനകൾ എന്നാണ് ചോദ്യം. ഡി 1, 2, 3 ആണ്. 1, 2, 3 ശരിയായ പ്രസ്താവനകളാണ്. 3, 4 തെറ്റാണ്. 4 തെറ്റാണ്. ഓക്കെ, അടുത്തത് 31ാമത്തെ ഒരു ചോദ്യത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. കേരള ഭൂപരിഷ്കരണ നിയമവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏതാണ്? 1. കേരളത്തിൽ ഈ നിയമത്തിന് തുടക്കം കുറിച്ചത് EMS നമ്പൂതിരിപ്പാടാണ്. 1957 കേരള ഒഴിപ്പിക്കൽ നിരോധന നിയമം നടപ്പാക്കി. ഐക്യ കേരളത്തിലെ ആദ്യത്തെ ഭൂപരിഷ്കരണ നിയമം 1959 ജൂൺ 10 കേരള നിയമനിർമ്മാണ സഭ പാസാക്കി. കേരളത്തിലെ സമ്പന്ന വിഭാഗം അവരുടെ ഭൂസ്വത്ത് സംരക്ഷിക്കാനായി നടത്തിയ സമരമാണ് കള്ളിക്കാട് സമരം. ഇതിൽ എ 4 ആണ് തെറ്റായ പ്രസ്താവന. 4 ഇതാണ് തെറ്റായ പ്രസ്താവന. ആദ്യത്തെ 3 എണ്ണം എന്താണ്? ശരിയായ പ്രസ്താവനയാണ്. കേരളത്തിൽ ഭൂപരിഷ്കരണ നിയമത്തിന് തുടക്കം കുറിച്ചത് EMS നമ്പൂതിരിപ്പാട്. 1957 കേരള ഒഴിപ്പിക്കൽ നിരോധന നിയമം നടപ്പാക്കി. ഐക്യ കേരളത്തിലെ ആദ്യത്തെ ഭൂപരിഷ്കരണ നിയമം 1959 ജൂൺ 10
കേരള നിയമനിർമ്മാണ സഭ പാസാക്കി. ഓക്കെ, അത് ശരിയായതാണ്. 31A ആണ്, 4 തെറ്റ്. അടുത്തത് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്താവുന്ന പ്രവർത്തികൾ ഏതെല്ലാമാണ്? ഒന്ന്, പ്രകൃതി വിഭവ പരിപാലനവുമായി ബന്ധപ്പെട്ട പൊതുപ്രവർത്തികൾ, മൃഗപരിപാലനം പ്രോത്സാഹിപ്പിക്കാനുള്ള പ്രവർത്തികൾ, ഗ്രാമീണ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ, റോഡുകളുടെ പുനരുദ്ധാരണം, ദുരന്ത പ്രതിരോധ തയ്യാറെടുപ്പുകൾ എന്നിവ. അപ്പൊ ഏതെല്ലാമാണ് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്താവുന്ന പദ്ധതികൾ എന്ന് ചോദിച്ചാൽ ഡി. ഇതെല്ലാം ഉൾപ്പെടുത്താവുന്ന പദ്ധതികളാണ്, എല്ലാം ഉൾപ്പെടുത്താവുന്ന പദ്ധതികളാണ് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, അടുത്തത് ചേരുംപടി ചേർക്കുക. ധനകാര്യ കമ്മീഷൻ, സ്വത്തവകാശം, രാഷ്ട്രപതിയുടെ ഇംപീച്ച്മെന്റ്, ഹൈക്കോടതിയുടെ റിട്ട് അധികാരം. ഇത് 226 വകുപ്പ്, 280 വകുപ്പ്, 300A, 61 വകുപ്പ്. ഇതിൽ സ്വത്തവകാശം പലർക്കും അറിയാം, 300A ആണ്. ഹൈക്കോടതിയുടെ റിട്ട് അധികാരം 226 ആണ്. ധനകാര്യ കമ്മീഷൻ 280 ആണ്. ഇതെല്ലാം നമുക്ക് ഏകദേശം അറിയാവുന്ന ചോദ്യങ്ങളാണ്. അപ്പൊ ഇതിന്റെ ഉത്തരം നമുക്ക് വളരെ ഈസി ആയിട്ട് കിട്ടും. സി ആണ്, ഓപ്ഷൻ സി ആണ് ഉത്തരം. 1, 2 ആണ്, 1, 2 ആണ്. അതുപോലെ 2, 3 ആണ്, 2, 3 ആണ്. അതുപോലെ തന്നെ 3, 3 ആണ്. സോറി 3, 4 ആണ്. സോറി 61, 3, 4 ആണ്. അതുപോലെ 4, 1 ആണ്. എല്ലാം നമുക്ക് കൃത്യമായിട്ട് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. തെറ്റിക്കാതിരുന്നാൽ മതി, അത്രയേ ഉള്ളൂ. അടുത്ത 34ാമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ മിനുസപേശിയെ കുറിച്ച് തെറ്റായ പ്രസ്താവനകൾ ഏതെല്ലാമാണ്? മിനുസപേശിയെ കുറിച്ച് തെറ്റായ പ്രസ്താവനകൾ: അസ്ഥികളുമായി ചേർന്ന് കാണപ്പെടുന്നു, രക്തക്കുഴലുകളിൽ കാണപ്പെടുന്നു, കുറുകെ വരകൾ കാണപ്പെടുന്നു, അനൈച്ഛിക ചലനങ്ങൾ സാധ്യമാക്കുന്നു. ഇതിലേതാണ് തെറ്റായ പ്രസ്താവന എന്ന് ചോദിച്ചാൽ ബി, 1ഉം 3ഉമാണ് തെറ്റായ പ്രസ്താവന. അപ്പൊ മിനുസപേശി എന്ന് പറയുന്നത് രക്തക്കുഴലുകളിലാണ് കാണപ്പെടുന്നത്, അനൈച്ഛിക ചലനങ്ങൾ സാധ്യമാക്കുന്നു. അതവിടെ മനസ്സിലാക്കി വെച്ചേക്കുക. അടുത്തത് 35ാമത്തെ ചോദ്യമാണ്. 35, അക്ഷാസ്ഥികൂടവുമായി ബന്ധപ്പെട്ട ചിത്രീകരണം നിരീക്ഷിച്ച് ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. വാരിയലുകൾ 24 അസ്ഥികൾ, നട്ടെല്ല് 1 അസ്ഥി, മാറല് 4 അസ്ഥി, തലയോട് 39 അസ്ഥികൾ. ശരിയായ ജോഡി ഓപ്ഷൻ 35A ആണ്. വാരിയലുകൾ 24 അസ്ഥികളാണ്. അടുത്ത 36ാമത്തെ ചോദ്യം, ശ്വാസകോശത്തെ പൊതിഞ്ഞുള്ള ഇരട്ട സ്ഥലം ഏതാണ്? അത് പ്ലൂറയാണ്. ശ്വാസകോശത്തെ പൊതിഞ്ഞുള്ള ഇരട്ട സ്ഥലം പ്ലൂറയാണ്, പ്ലൂറ. അടുത്ത 37, സന്ധികളെ കുറിച്ച് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാമാണ്? 1, വിജാഗിരി സന്ധി കാൽമുട്ടിൽ കാണപ്പെടുന്നു. 2, ഇടുപ്പെല്ല് തുടയെല്ല് ചേരുന്ന സന്ധിയാണ് കീലസന്ധി. 3, ഗോളരസന്ധി നട്ടലിന്റെ ആദ്യ കശേരുവുമായി തലയോട്ടിനെ ബന്ധിപ്പിക്കുന്നു. തെന്നി നീങ്ങുന്ന സന്ധി 2 അസ്ഥികളുടെ ചെറുതായ ചലനം സാധ്യമാക്കുന്നു. ഇതിൽ ശരിയായ പ്രസ്താവനകൾ ഏതാണെന്നാണ്. ഇതിൽ 1 മാത്രമാണ് ശരിയായ പ്രസ്താവന. വിജാഗിരി സന്ധി കാൽമുട്ടിൽ കാണപ്പെടുന്നു. അപ്പൊ വിജാഗിരി സന്ധി എവിടെയാണ്? കാൽമുട്ടിലാണ് കാണപ്പെടുന്നത്. അടുത്തത് 38 എന്ന് പറയുന്നത് ചോദ്യം ക്യാൻസൽ ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഓക്കെ, 39, രക്തം കട്ടപിടിക്കലിന്റെ ശരിയായ ക്രമം ഏതാണ്? രക്തം കട്ടപിടിക്കലിന്റെ ശരിയായ ക്രമം: 1, ഫൈബ്രിനോജൻ, ഫൈബ്രിൻ നാരുകൾ, പ്രോത്രോംബിൻ, ത്രോംബിൻ, ത്രോംബോപ്ലാസ്റ്റിൻ എന്ന രാസാഗ്നി ഉണ്ടാക്കുന്നു. ഇതിൽ ശരിയായത് ഡി ആണ്. 3, 2, 1. ശരിയായ ക്രമം 3, 2, 1 എന്നതാണ്. ഓക്കെ, അടുത്തത് ഇന്ത്യൻ TB റിപ്പോർട്ട് 2023 അനുസരിച്ച് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ TB HIV ഇൻഫെക്ഷൻ കേസുകളുള്ള സംസ്ഥാനം ഏത്? TB HIV ഇൻഫെക്ഷൻ കേസുകളുള്ള സംസ്ഥാനം ഏതാണെന്ന് 2023 ഇന്ത്യൻ TB റിപ്പോർട്ട് അനുസരിച്ചാണ്. അത് ഏതാണ്? മഹാരാഷ്ട്രയാണ്. മഹാരാഷ്ട്രയാണ് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, അടുത്തത് 41, ഇപ്പോഴത്തെ കേന്ദ്ര ആരോഗ്യ മന്ത്രി. നമുക്കിതൊന്നും പഠിക്കണ്ട, നമുക്ക് ഇപ്പോഴത്തെ കേന്ദ്ര ആരോഗ്യ മന്ത്രി ആരാണെന്ന് നോക്കാം. JP നദ്ദയാണ്. JP നദ്ദയാണ് ഇപ്പോഴത്തെ കേന്ദ്ര ആരോഗ്യ വകുപ്പ് മന്ത്രി. ഓക്കെ, അടുത്ത ഒരു ചോദ്യം 42ാമത്തെ ചോദ്യമാണ്. ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിന്റെ അളവ്. ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിന്റെ അളവാണ് മാസ്. ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിന്റെ അളവാണ് മാസ് എന്ന് പറയുന്നത്, മാസ്. അടുത്തത് ദർപ്പണത്തിന്റെ പ്രതിപതന തലത്തിന്റെ മധ്യബിന്ദു. ദർപ്പണത്തിന്റെ പ്രതിപതന തലത്തിന്റെ മധ്യബിന്ദുവാണ് പോൾ. ഏതാണ്? പോൾ ആണ്. അടുത്തത് ലോഹങ്ങളെ അടിച്ചു പരത്തി കനം കുറഞ്ഞ തകിടുകളാക്കി മാറ്റുന്ന സവിശേഷതയാണ് മാലിയബിലിറ്റി. ലോഹങ്ങളെ അടിച്ചു പരത്തി കനം കുറഞ്ഞ തകിടുകളാക്കി മാറ്റുന്ന സവിശേഷതയാണ് മാലിയബിലിറ്റി എന്ന് മനസ്സിലാക്കുക. ഇതൊക്കെ SCRT-യിൽ ഉൾപ്പെട്ടിട്ടുള്ള ഒന്നാണ്. സൗരയൂഥത്തിലെ ഏറ്റവും ചെറിയ ഗ്രഹമാണ് ബുധൻ. സൗരയൂഥത്തിലെ ഏറ്റവും ചെറിയ ഗ്രഹം ബുധനാണ്.
2023 ഭൗതിക ശാസ്ത്രത്തിൽ നൊബേൽ സമ്മാനം ലഭിച്ചത് ഏത് മേഖലയിലെ കണ്ടുപിടുത്തത്തിനാണ്? 2023 ഭൗതിക ശാസ്ത്രത്തിൽ നൊബേൽ സമ്മാനം ലഭിച്ചത് ഏത് മേഖലയിലെ കണ്ടുപിടുത്തത്തിനാണ് എന്ന് ചോദിച്ചാൽ പ്രകാശമാണ്. പ്രകാശവുമായി ബന്ധപ്പെട്ട കണ്ടുപിടുത്തത്തിനാണ് എന്ന് മനസ്സിലാക്കുക. പ്രകാശം. അടുത്തത് P1V1 = P2V2 എന്ന സമവാക്യം ഏത് വാതക നിയമത്തെ സൂചിപ്പിക്കുന്നു? അപ്പൊ P1V1 = P2V2 എന്നത് ഏത് വാതക നിയമത്തെ സൂചിപ്പിക്കുന്നു എന്ന് വെച്ചാൽ ബോയിൽ നിയമമാണ്. ഏതാണ്? ബോയിൽ നിയമം. 48ാമത്തെ ചോദ്യം, ഏത് ലോഹം പ്രധാന ഘടകമായുള്ള മിശ്രലോഹത്തെയാണ് അമാൽഗം എന്ന് പറയുന്നത്? ഏത് ലോഹം പ്രധാന ഘടകമായുള്ള മിശ്രലോഹത്തെയാണ് അമാൽഗം എന്ന് പറയുന്നത് എന്ന് ചോദിച്ചാൽ അത് മെർക്കുറി. മെർക്കുറിയാണ് അമാൽഗം എന്ന് പറയുന്നത്. ഓക്കെ. 49ാമത്തെ ചോദ്യം, ഐസോട്ടോണിക് ലായനികളുടെ ഡാഷ് തുല്യമായിരിക്കും. ഐസോട്ടോണിക് ലായനികളുടെ ഓസ്മോട്ടിക് മർദ്ദം എന്താണ്? തുല്യമായിരിക്കും. ഓസ്മോട്ടിക് മർദ്ദം തുല്യമായിരിക്കും. 50ാമത്തെ ചോദ്യം, ബയോകെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് എന്നത് ജലത്തിന്റെ ഗുണനിലവാരം സൂചിപ്പിക്കാൻ വ്യാപകമായി ഉപയോഗിക്കുന്ന ഒരു പരിശോധനയാണ്. ബയോകെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് എന്നതാണ് ജലത്തിന്റെ ഗുണനിലവാരം സൂചിപ്പിക്കാൻ വ്യാപകമായി ഉപയോഗിക്കുന്ന ഒരു പരിശോധന. കുടിവെള്ളത്തിന്റെ ബയോകെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് എത്രയാണ്? കുടിവെള്ളത്തിന്റെ ബയോകെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് എത്രയാണ് എന്നാണ് ചോദ്യം. അത് 1 to 2 ppm ആണ്. 1 മുതൽ 2 വരെ ppm ആണ് അതിന്റെ BOD എന്ന് പറയുന്നത്. ഓക്കെ. അടുത്തത് 51ാമത്തെ ഒരു ചോദ്യമാണ്, ബ്ലൂ ബേബി സിൻഡ്രോം എന്ന അവസ്ഥയ്ക്ക് കാരണമായ ലവണം ഏതാണ്? ബ്ലൂ ബേബി സിൻഡ്രോം എന്ന അവസ്ഥയ്ക്ക് കാരണമായ ലവണമാണ് നൈട്രേറ്റ്. ഏതാണ്? നൈട്രേറ്റ്. മറ്റൊന്ന്, കേരള കലാമണ്ഡലത്തിന്റെ സ്ഥാപകൻ ചോദിച്ചാൽ അത് വള്ളത്തോൾ നാരായണ മേനോനാണ്. കേരള കലാമണ്ഡലത്തിന്റെ സ്ഥാപകൻ വള്ളത്തോൾ നാരായണ മേനോൻ. മറ്റൊന്ന്, ഒളിമ്പിക്സിൽ ഏറ്റവും കൂടുതൽ സ്വർണ്ണ മെഡൽ നേടിയ കായിക താരം ആരാണ്? ഒളിമ്പിക്സിൽ ഏറ്റവും കൂടുതൽ സ്വർണ്ണ മെഡൽ നേടിയ കായിക താരം അത് മൈക്കിൾ ഫെൽപ്സ് ആണ്. മൈക്കിൾ ഫെൽപ്സ്. മറ്റൊന്ന്, KC ലേഖ ഏത് കായിക മേഖലയിലാണ് തന്റെ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുള്ളത്? KC ലേഖ ഏത് കായിക മേഖലയിലാണ് തന്റെ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുള്ളത്? KC ലേഖയെ നമുക്കറിയാം. ഏതാണ് KC ലേഖ എന്ന് പറയുന്നത്? 54A ആണ്. ബോക്സിംഗിലാണ്. KC ലേഖ ബോക്സിംഗിലാണ്. അടുത്ത 55ാമത്തെ ചോദ്യം, ഫയദോർ ദസ്തയോവ്സ്കിയുടെ ജീവിതത്തെ അടിസ്ഥാനമാക്കി പെരുമ്പടവം ശ്രീധരൻ രചിച്ച നോവൽ ഏതാണ്? ഫയദോർ ദസ്തയോവ്സ്കിയുടെ ജീവിതത്തെ അടിസ്ഥാനമാക്കി പെരുമ്പടവം ശ്രീധരൻ രചിച്ച നോവലാണ് ഒരു സങ്കീർത്തനം പോലെ. 55B ആണ് സങ്കീർത്തനം പോലെ. അടുത്തത്, ഇലഞ്ഞിത്തറ മേളം ഏത് ഉത്സവവുമായി ബന്ധപ്പെട്ടതാണ്? ഇലഞ്ഞിത്തറ മേളം തൃശൂർ പൂരവുമായിട്ടാണ് ബന്ധപ്പെട്ട് കിടക്കുന്നത്. അടുത്ത 2023 സമാധാനത്തിനുള്ള നൊബേൽ പുരസ്കാരം നേടിയ വ്യക്തി. 2023 സമാധാനത്തിനുള്ള നൊബേൽ പുരസ്കാരം നേടിയത് നർഗീസ് മൊഹമ്മദിയാണ്. നർഗീസ് മൊഹമ്മദി. അടുത്തത്, ഹരിത വിപ്ലവത്തിന്റെ ഉപജ്ഞാതാവായ ഡോക്ടർ MS സ്വാമിനാഥൻ അന്തരിച്ച വർഷം. ഹരിത വിപ്ലവത്തിന്റെ ഉപജ്ഞാതാവായ ഡോക്ടർ MS സ്വാമിനാഥൻ അന്തരിച്ചത് 2023 59, ഓപ്പൺ ഓഫീസ് റൈറ്റർ ഏത് സോഫ്റ്റ്വെയർ വിഭാഗത്തിൽപ്പെടുന്നു? ഓപ്പൺ ഓഫീസ് റൈറ്റർ ഏത് സോഫ്റ്റ്വെയർ വിഭാഗത്തിൽപ്പെടുന്നു? അത് വേർഡ് പ്രൊസസർ ആണ്. വേർഡ് പ്രൊസസർ ആണ് എന്ന് മനസ്സിലാക്കുക. 59A ആണ്. ഓക്കെ. അടുത്ത ഒരു ചോദ്യം, കേബിൾ TV നെറ്റ്വർക്കിന് ഉദാഹരണം ഏതാണ്? കേബിൾ TV നെറ്റ്വർക്കിന് ഉദാഹരണം ഏതാണ്? മാൻ ആണ്. അടുത്ത 61ാമത്തെ ചോദ്യം, 2 KB എന്ന് പറയുന്നത് 2 KB 2 KB = ഡാഷ് ബൈറ്റ്സ്. അപ്പൊ എത്രയാണ്? 2048 ബൈറ്റ് ആണ്. 2 KB 2048 ബൈറ്റ് ആണ് എന്ന് മനസ്സിലാക്കുക. അടുത്തത്, ആദിത്യ L1 ദൗത്യത്തിൽ ഉപയോഗിച്ച റോക്കറ്റ് ഏതാണ്? ആദിത്യ L1 ദൗത്യത്തിൽ ഉപയോഗിച്ച റോക്കറ്റ് ചോദിച്ചാൽ PSLV-C 57. PSLV-C 57 ആണ്. 2023 G20 ഉച്ചകോടിയിലെ ഇന്ത്യൻ ഷെർപ്പ ആരാണ്? 2023 G20 ഉച്ചകോടിയിലെ ഇന്ത്യൻ ഷെർപ്പ അത് 63B ആണ്. 63B അമിതാഭ് കാന്ത്. 64ാമത്തെ ചോദ്യത്തിലേക്ക് വരുമ്പോൾ, ബാലവേല നിരോധനം നിഷ്കർഷിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയിലെ അനുച്ഛേദം ഏതാണ്? ബാലവേല നിരോധനം നിഷ്കർഷിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയിലെ അനുച്ഛേദം ആർട്ടിക്കിൾ 23. അനുച്ഛേദം 23 ആണ്. സോറി 24 ആർട്ടിക്കിൾ 24 ആണ്. ഓക്കെ. അടുത്തത് 65ാമത്തത്, ചേരുംപടി ചേർക്കുക. സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ, സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ, സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ, സംസ്ഥാന വനിതാ കമ്മീഷൻ. ഇത് നമുക്ക് കൃത്യമായിട്ട് ഒരു ധാരണ ഉണ്ടെങ്കിൽ നമുക്ക് ഇതിന്റെ ഉത്തരം കിട്ടും. കാരണം സംസ്ഥാന വനിതാ കമ്മീഷൻ എപ്പോഴാണ്? 1996 എന്ന് നമുക്ക് ബോധ്യം വന്ന ഇതിൽ നമുക്ക് 2 ഓപ്ഷൻ ഡിലീറ്റ് ചെയ്ത് കളയാൻ പറ്റും. അതായത് 2 ഓപ്ഷൻ ആണ് നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ. 4
അതായത് 4B 1996 ആണെന്ന് മനസ്സിലാക്കിയ 4B വരുന്ന എത്രയുണ്ട്? 2 ഉള്ളൂ. അപ്പൊ ഇതും കളയാം. ഇത് രണ്ടിലുമാണ് നമുക്ക് ഡൗട്ട് വരുന്നത്. അടുത്ത സംസ്ഥാന വനിതാ കമ്മീഷൻ 96 ആണെങ്കിൽ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ എത്രയാണ്? സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ 1998 ആണ്. അപ്പൊ 3C വരുന്നത് ഏതാണ്? അത് A ആണ്. അപ്പോൾ ഉത്തരം ഇതും അങ്ങ് നമുക്ക് എന്താണ് വെട്ടിക്കളയാൻ വേണ്ടി സാധിക്കും. അപ്പൊ പിന്നെ ഇതിന് ഉത്തരം A ആണ് എന്ന് മനസ്സിലാക്കും. 1D ആണ്. അതായത് സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ 2007 സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ 2013 ഓക്കെ, അതവിടെ മനസ്സിലാക്കുക. അടുത്ത 66ാമത്തെ ചോദ്യം, 2005 വിവരാവകാശ നിയമപ്രകാരം വിവരം ലഭിക്കുന്നതിനായി എത്ര ഫീസ് അടയ്ക്കണം? അത് 10 രൂപയാണ്. എത്രയാണ്? 10 രൂപയാണ് എന്ന് മനസ്സിലാക്കുക. 10 രൂപ വിവരാവകാശ നിയമ ഫീസ് അടയ്ക്കേണ്ടത് 10 രൂപയാണ്. അടുത്ത 67ാമത്തെ ചോദ്യം, 2019 ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിനെ കുറിച്ചുള്ള പ്രസ്താവനകളിൽ ശരിയായവ ഏതാണ്? ശരിയായവ: ഉപഭോക്താവിന് ഓൺലൈനായി പരാതി നൽകാം, ഉപഭോക്താവിന് അയാൾ താമസിക്കുന്ന സ്ഥലത്ത് പരാതി നൽകാം, ഉപഭോക്താവ് സേവനത്തെ സംബന്ധിച്ചോ സാധനത്തെ സംബന്ധിച്ചുള്ള പരാതി 3 വർഷത്തിനുള്ളിൽ നൽകേണ്ടതാണ്. ഇതിൽ ശരിയായത് ഏതാണെന്നാണ്. ഇതിൽ ഓപ്ഷൻ 1, 2 ശരിയാണ്. പ്രസ്താവന 1, 2 ശരിയാണ്, 3 തെറ്റാണ്. ഓൺലൈനായിട്ടും കൊടുക്കാം, താമസിക്കുന്ന സ്ഥലത്ത് പരാതി നൽകാം. ഓക്കെ, അടുത്തത് 68ാമത്തെ ചോദ്യം, 2005 ഗാർഹിക പീഡന നിയമത്തിലെ 9ാം വകുപ്പ് പ്രകാരം പ്രൊട്ടക്ഷൻ ഓഫീസറുടെ ചുമതലയിൽ പെടാത്തത് ഏതാണ്? 2005 ഗാർഹിക പീഡന നിയമത്തിലെ 9ാം വകുപ്പ് പ്രകാരം പ്രൊട്ടക്ഷൻ ഓഫീസറുടെ ചുമതലയിൽ പെടാത്തത് ഷെൽട്ടർ ഹോമുകളുടെ ഡയറക്ടറി തയ്യാറാക്കുക, ഗാർഹിക അതിക്രമത്തിന് ഇരയായവർക്ക് സാമ്പത്തിക സഹായത്തിനുള്ള ഉത്തരവ് പുറപ്പെടുവിക്കുക, ഗാർഹിക അതിക്രമത്തിന് ഇരയായവർക്ക് വൈദ്യസഹായം നൽകുക, ഗാർഹിക അതിക്രമത്തിന് ഇരയായവർക്ക് സൗജന്യ നിയമസഹായം ഉറപ്പുവരുത്തുക. ഇതിൽ പെടാത്തത് ചോദിച്ചാൽ B ആണ്. B ഇതാണ് പെടാത്തത്. അതായത് ഉത്തരം ഓപ്ഷൻ B ആണ്. ഇത് എന്താണ്? പ്രൊട്ടക്ഷൻ ഓഫീസറുടെ ചുമതലയിൽ പെടുന്നതാണ്. ഷെൽട്ടർ ഹോമുകളുടെ ഡയറക്ടറി തയ്യാറാക്കണം, ഗാർഹിക അതിക്രമത്തിന് ഇരയായവർക്ക് വൈദ്യസഹായം നൽകണം, ഗാർഹിക അതിക്രമത്തിന് ഇരയായവർക്ക് സൗജന്യ നിയമസഹായവും ഉറപ്പുവരുത്തണം. എന്നാൽ അതിക്രമത്തിന് ഇരയായവർക്ക് സാമ്പത്തിക സഹായത്തിനുള്ള ഉത്തരവ് പുറപ്പെടുവിക്കേണ്ട ആവശ്യം വരുന്നില്ല. അടുത്ത 69ാമത്തെ ചോദ്യം, ദേശീയ ന്യൂനപക്ഷ കമ്മീഷന്റെ നിലവിലെ ചെയർപേഴ്സൺ ആരാണ്? ദേശീയ ന്യൂനപക്ഷ കമ്മീഷന്റെ നിലവിലെ ചെയർപേഴ്സൺ ഇക്ബാൽ സിംഗ് ലാൽപുരയാണ്. ഇക്ബാൽ സിംഗ് ലാൽപുര. അടുത്ത 70ാമത്തെ ചോദ്യം, 2007 മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും സംരക്ഷണവും ക്ഷേമവും നിയമപ്രകാരം ആരെയാണ് മുതിർന്ന പൗരൻ എന്ന് നിർവചിച്ചിരിക്കുന്നത്? 2007 മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും സംരക്ഷണവും ക്ഷേമവും നിയമപ്രകാരം ആരെയാണ് മുതിർന്ന പൗരൻ എന്ന് നിർവചിച്ചിട്ടുള്ളത്? ഓപ്ഷൻ A ആണ്. 60 വയസ്സോ അതിനു മുകളിലോ പ്രായമുള്ളവരെ. 60 വയസ്സോ അതിനു മുകളിലോ പ്രായമുള്ളവരെയാണ്. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് 70 ചോദ്യങ്ങൾ. അതായത് നമ്മുടെ 70 ചോദ്യങ്ങൾ. ഇനി ബാക്കി വരുന്ന 30 ചോദ്യങ്ങൾ മാത്സ്, ഇംഗ്ലീഷ്, മലയാളം എന്നിവയുമായി ബന്ധപ്പെട്ടാണ്. അത് മറ്റൊരു വീഡിയോ ക്ലാസ് ആയിട്ട് നമ്മൾ നൽകുന്നതായിരിക്കും. 70 ചോദ്യങ്ങളാണ്. കൃത്യമായിട്ട് തന്നെ പഠിച്ച് മുന്നോട്ട് പോവുക. അപ്പോൾ ഇതിന്റെ വിശദാംശങ്ങളൊക്കെ കോഫി വിത്ത് പ്രശാന്തിൽ ഉണ്ടായിരിക്കുന്നതാണ്. എല്ലാ ദിവസവും തിങ്കൾ മുതൽ വെള്ളി വരെ ദിവസവും രാവിലെ 6 മണിക്കായിരിക്കും കോഫി വിത്ത് പ്രശാന്ത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുക. ശനി ഞായറും ഉണ്ടായിരിക്കുന്നതല്ല, തിങ്കൾ മുതൽ വെള്ളി വരെ. ഓക്കെ, അപ്പൊ കൃത്യമായി തന്നെ അത് ഫോളോ ചെയ്യുക. ഒരുപാട് അറിവുകൾ നിങ്ങൾക്ക് കിട്ടും. SCRT-യിലെയും അല്ലാതെയുള്ള ഒരു മാർക്കും നിങ്ങൾക്ക് നഷ്ടപ്പെടാതെയും ഇരിക്കാം. ഓക്കെ, അതുപോലെ തന്നെ ASM-ന്റെ ഒരു ക്രാഷ് ബാച്ച്, അതായത് അസിസ്റ്റന്റ് സെയിൽസ്മാന് വേണ്ടിയിട്ടുള്ള ഒരു ക്രാഷ് ബാച്ച് നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. മെയ് 31-ാം തീയതി മുതലാണ് ആ ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ അതിൽ 60 ദിവസം കൊണ്ട് ക്ലാസ്സുകൾ തീർത്ത്, സിലബസ് പ്രകാരമുള്ള ക്ലാസ്സുകൾ തീർത്ത് പിന്നീട് റിവിഷൻ എന്ന രീതിയിലാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് 730666334 എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഒന്നുകിൽ വിളിച്ചോ അല്ലെങ്കിൽ വാട്സപ്പിൽ എൻക്വയറി ചെയ്തോ നിങ്ങൾക്ക് ഇതിലേക്ക് അഡ്മിഷൻ എടുക്കാവുന്നതാണ്. 320 രൂപയാണ് നമ്മൾ ഈ ക്രാഷ് ബാച്ചിന്റെ ഫീസായിട്ട് ഈടാക്കുന്നത്. 320 രൂപ. ഓക്കെ, 2 മാസം ക്ലാസ്സും അതുപോലെ പിന്നീട് അങ്ങോട്ട് റിവിഷനുമായിട്ടാണ് പോവുക. ആദ്യത്തെ നല്ല മാർക്ക് സ്കോർ ചെയ്യാവുന്ന രീതിയിലേക്കായിരിക്കും നമ്മൾ ക്ലാസ്സുകൾ കൊണ്ടുപോകുന്നത്. ഓക്കെ, അപ്പോൾ മറ്റൊരു നല്ല വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.